Now it's time to do the felicitations. First of all, it's my privilege to call upon Ms. K.K. Geeta Kumari Ma'am, Professor, Vice Chancellor, Sri Shankara Sanskrit University. Beyond the designated being, she is a great author and a research scholar who have made a set of 68 articles, 31 books, and national and international seminars. Ma'am, I would like to call upon you to occupy the dais to share a few words regarding the book and do the felicitations. Ma'am, please. വേദിയിലും സദസ്സിലുമുള്ള സമാദരണീയരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കേരളത്തിൻ്റെ ആദിമ ചരിത്രം അത് ഈ പാലക്കാടൻ ഭൂമികയിലൂടെ നമ്മൾ ഇന്ന് കണ്ട ഒരു ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രകാശന കർമ്മം, ഈ ഒരു മഹത്തായ കർമ്മത്തിൽ ഭാഗഭാക്കാക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ പ്രോഗ്രാം ആരംഭിച്ചത്, കാര്യപരിപാടി ആരംഭിച്ചത് ഒരു ദീപപ്രജ്വലനത്തോടു കൂടിയാണ്. ദീപം, വെളിച്ചം എന്ന് പറയുന്നത് അറിവിൻ്റെ ഒരു പരിപ്രേക്ഷ്യം തന്നെയാണ്. ഇരുട്ട്, നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട് അകറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വെളിച്ചത്തെ നമ്മളൊരു അറിവിൻ്റെ ഒരു പരിപ്രേക്ഷ്യമായി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അറിവ് പകർന്നു തരുന്നവരെ ഗുരു എന്ന് പറയുന്നത്. ഗു എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ ഇരുട്ട് എന്നാണ് അർത്ഥം. രു എന്ന് വെച്ചാൽ രോധിക്കുന്നവൻ, ശത്രു എന്നാണ് അർത്ഥം. അപ്പോൾ ഇരുട്ടിൻ്റെ ശത്രുവായിട്ടുള്ള ഗുരു നമ്മളിലേക്ക് വെളിച്ചം പകർന്നു തരുന്നു. ആ ഒരു സിംബോളിക്കായുള്ള റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ദീപപ്രജ്വലനം പോലെയുള്ള കാര്യങ്ങൾ പരിപാടിയിൽ സംഘടിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മനുഷ്യൻ്റെ ആദിമ ചരിത്രം നമുക്കറിയാം. ഭാരതത്തിന് നമ്മളൊരു ചരിത്രം സൃഷ്ടിക്കുന്നു, ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നതാണ്. കാരണം നമ്മളുടെ എന്താ പറയുക, പൈതൃകത്തെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഭാരതത്തിൻ്റെ പൈതൃകം കണ്ടെത്തുമ്പോൾ നമ്മൾ വേദങ്ങളിലേക്കും മനുഷ്യൻ്റെ ആദിമരചനകളിലേക്കും അതിൽ പറഞ്ഞിരിക്കുന്ന ചരിത്ര അവശിഷ്ടങ്ങളിലേക്കുമെല്ലാം നമ്മൾ ചരിത്രവിശേഷമായിട്ടുള്ള അതിൻ്റെ പരാമർശങ്ങളിലേക്കുമെല്ലാം നമ്മൾ അത്തരത്തിലുള്ള പരാമർശങ്ങളെ കണ്ടെത്തുകയും പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ ജ്ഞാനസിന്ധു എന്നൊക്കെ, ദയാസിന്ധു എന്നൊക്കെ പറയുന്ന പോലെ പാഷൻ എന്ന് പറയുന്ന ഒന്ന്, അതാണ് നമ്മളുടെ ജ്ഞാനത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒന്ന്. നമ്മളുടെ എന്താ പറയുക, സാധനയിലൂടെ സിദ്ധിയുണ്ടെങ്കിലേ സാധനയ്ക്ക് കാര്യമുള്ളൂ. നമുക്ക് സിദ്ധി എന്ന് പറയുന്നത് ജന്മസിദ്ധമായി നമ്മളിൽ കിട്ടുന്ന നമ്മുടെ കഴിവുകളെയാണ് നമ്മൾ സിദ്ധി എന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മൾ ഈ എഴുത്തിനൊക്കെ ഇരുത്തുന്ന സമയത്ത് സിദ്ധിർ ഭവതു, സിദ്ധി ഉണ്ടാവണം. ഈ സിദ്ധി ഉണ്ടായാൽ കൊണ്ട് കാര്യമില്ല. ആ സർഗാത്മകമായ പ്രവൃത്തിയിലൂടെ നമ്മൾ കൃത്യമായ സാധനയിലൂടെ നമ്മൾ വളർത്തേണ്ടതുണ്ട്. അപ്പോൾ ചരിത്രത്തെ പഠിക്കുക എന്നുള്ള, ചരിത്രത്തെ മനസ്സിലാക്കുക എന്നുള്ള, ഇപ്പോൾ ഈ ചരിത്രത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ എക്സ്കവേഷൻ പോലെയുള്ള ചരിത്രത്തെ നമ്മൾ കുഴിച്ചെടുക്കുന്ന അതിന് കുഴിച്ചെടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അത് മൺമറഞ്ഞു പോയി. ഇപ്പോൾ ഏത് പൗരാണികമായ ഇത്തരത്തിലുള്ള അറിവുകളെല്ലാം നമ്മൾ തിരിച്ചെടുക്കേണ്ടവയാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നതോടുകൂടി IKS എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ നോളജ് സിസ്റ്റം, അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ നോളജ് സിസ്റ്റം നമ്മൾ വീണ്ടും കണ്ടെത്തുകയാണ്. ഉള്ള ഒന്നിനെ നമ്മൾ വീണ്ടും കണ്ടെത്തുന്നു. അതുപോലെ നമ്മൾ ചരിത്രത്തെ നമ്മൾ വീണ്ടും കണ്ടെത്തുന്നത് പോലെയുള്ള ഈ ഇത്തരത്തിലുള്ളത് സർഗാത്മകമായ പ്രവൃത്തിയാണ്. ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിക്കൽ കൂടിയാണ്. ഇല്ലാത്ത ഒന്നിനെന്ന് വെച്ചാൽ നമ്മളുടെ കണ്ണിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മളെ അനുഭവത്തിലില്ലാത്ത ഒന്നിനെ നമ്മൾ അതിനെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ കണ്ടെത്തുന്നു, അതിനെ നമ്മൾ പുനഃസൃഷ്ടിക്കുന്നു. ചരിത്രമായി നമ്മൾ ചരിത്രത്തിൻ്റെ ശേഷിപ്പായി നമ്മളതിനെ അടയാളപ്പെടുത്തുന്നു. നമുക്കറിയാം, ഒരു സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഈ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു ശാസ്ത്രപാണ്ഡിത്യത്തെ, ശാസ്ത്ര പൈതൃകത്തെ നമുക്കറിയാം. വടശ്ശേരി പരമേശ്വരൻ, അല്ലെങ്കിൽ പരമേശ്വരൻ നമ്പൂതിരി, നീലകണ്ഠ സോമയാജി, മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി, അല്ലെങ്കിൽ അച്യുത പിഷാരടി പോലെയുള്ള എത്രയോ പണ്ഡിതന്മാരെ, ഇവരുടെയൊക്കെ ശാസ്ത്ര പാണ്ഡിത്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള ചരിത്രത്തിൻ്റെ, ഇപ്പോൾ വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി എന്നൊക്കെ പറയുന്ന മഹാനുഭാവനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 55 വർഷം നമുക്ക് ആലോചിച്ച് നോക്കണം. 55 വർഷം രാത്രി ഭാരതപ്പുഴയുടെ തീരത്ത് മലർന്നു കിടന്നുകൊണ്ട് നക്ഷത്രങ്ങളുടെ ചലനത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് 55 വർഷം രാത്രി, ഒരു ദിവസം പോലും തെറ്റാതെ 55 വർഷങ്ങൾ തുടർച്ചയായി രാത്രി ഭാരതപ്പുഴയുടെ തീരത്ത് കിടന്നുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചലനത്തെ ഗണിച്ചുകൊണ്ട് ദൃഗണിതം, പരഹിതം പോലെയുള്ള എത്രയോ നൂതനമായിട്ടുള്ള നമ്മുടെ ജ്യോതിഷ ശാസ്ത്രത്തെ കണ്ടെത്തിയിട്ടുള്ള നീലകണ്ഠ സോമയാജിയെ പോലെയുള്ള
അത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ മാത്തമാറ്റീഷ്യൻസ് സംഗമഗ്രാമ മാധവനെ പോലെ ഇങ്ങനെയുള്ള ഒരു ശാസ്ത്ര പാണ്ഡിത്യം, ശാസ്ത്ര പൈതൃകം നമുക്ക് ഈ പാലക്കാടിൻ്റെ മണ്ണിൽ നിന്ന്, നമുക്ക് ഈ ഭാരതപ്പുഴയുടെ തീരത്തു നിന്നുള്ള ഈ പാലക്കാടിൻ്റെ മണ്ണിൽ നിന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ വിന്ധ്യപർവ്വതത്തിൻ്റെയും അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെയും സൗന്ദര്യവും അതേപോലെ അതിൻ്റെയുള്ള ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള സ്പെഷ്യാലിറ്റിയുള്ള ഈ മണ്ണിൽ കൊല്ലൻകോട് എന്ന് പറയുന്ന ആ പ്രദേശം തന്നെ നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ ഏറ്റവും പഴയതായിട്ടുള്ള ഒരു പക്ഷേ സിന്ധു നദീതട സംസ്കാരത്തോടൊപ്പം നിൽക്കുന്ന തരത്തിൽ ഉള്ള, കാരണം അത്തരത്തിലുള്ള എക്സ്കവേഷനിൽ കിട്ടിയിട്ടുള്ള നമ്മളുടെ ഈ പ്രതിമകൾ പോലെയുള്ള കാര്യങ്ങൾ, ടറാക്കോട്ട പോലെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശില്പങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും ആദിമമായിട്ടുള്ള ഒരേപോലെ നിൽക്കുന്ന എന്താ പറയുക, ഇത്തരത്തിലുള്ള എക്സ്കവേഷൻസിൽ നിന്ന് അത്രയും പഴമയുള്ളതാണ് കേരളത്തിലുള്ള ആദിമ ജനസമൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെ കിട്ടിയിട്ടുള്ള ഈ അവരുടെ ഇൻസ്ക്രിപ്ഷൻസ്, ചില തരത്തിലുള്ള രേഖകൾ, അതൊക്കെ നമുക്ക് വായിച്ച് ഡിസിഫർ ചെയ്യണമെങ്കിൽ, വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് നമുക്ക് ഭ്രാമി അറിഞ്ഞാൽ മാത്രം പോരാ, ഒരുപക്ഷെ ഭ്രാമിയും ഗ്രന്ഥലിപിയും എല്ലാം കൂടുന്ന ഒരു ലിപി നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതിന് നമുക്ക് ലിപിശാസ്ത്രം പോലെയുള്ള അത് വായിച്ച് പേർത്ത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള പണ്ഡിതന്മാരാവശ്യമുണ്ട്. ഇങ്ങനെ പലതരം എന്താ പറയുക, ഇൻ്റർ ഡിസിപ്ലിനറി എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിൽ പലതരത്തിലുള്ള അറിവുകളുടെ ഒരു ആകത്തുകയാണ് ഈ ഇത്തരത്തിലുള്ള ചരിത്ര അന്വേഷണങ്ങൾ. ഇത് നടത്തുമ്പോൾ എത്രമാത്രം ഇതിന് എന്താ പറയുക, കഠിനമായ പ്രയത്നം വേണ്ടതുണ്ട്. അത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ്, സ്വന്തമായിട്ടുള്ള പ്രവർത്തനമല്ല. എപ്പോഴും ഗവേഷണം എന്ന് പറയുന്നത് നമ്മൾക്കല്ല, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ തരത്തിൽ ഒരു സമൂഹ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ആദിമ ചരിത്രത്തെ പുനഃസൃഷ്ടിക്കുക എന്നുള്ള ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും കഠിനമായി പ്രയത്നിച്ച് ഒരു ഗ്രന്ഥം നമ്മളിലേക്ക് എത്തിക്കുക എന്ന കഠിനമായ പ്രയത്നം ചെയ്ത ഈ നമ്മുടെ സനൽ സാർ ഏറ്റവും എന്താ പറയുക, നമ്മൾ ആദരവ് എന്നല്ല നമ്മളതിന് പറയേണ്ടത്, എത്രമാത്രം നമ്മൾ ബഹുമാനിച്ചാലും മതിയാവാത്ത തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുന്നു. ഇതിന് ഇനിയും കൂടുതൽ ഗ്രന്ഥരചനയ്ക്കും കൂടുതൽ അന്വേഷണങ്ങൾക്കും അദ്ദേഹത്തിന് ഉള്ള ബുദ്ധിയും ശക്തിയും എല്ലാം അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട്, കിട്ടേണ്ടതുണ്ട്. അത് എന്താ പറയുക, സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് മാത്രം. ഈ ഒരു പരിപാടിയിൽ ഞാൻ ഇനി ഗ്രന്ഥത്തെക്കുറിച്ച് എനിക്ക് ചരിത്രവും കുറേ അറിയാം, പക്ഷെ ഞാൻ പറയാൻ തയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള സമയമല്ല, സമയം വൈകി പോയിട്ടുണ്ട്, ഇനിയും കുറേ പേര് സംസാരിക്കാനുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഒരു പ്രാദേശിക ചരിത്രം എങ്ങനെയാണ് ഒരു ലോകചരിത്രത്തോടൊപ്പം നിൽക്കുക, ലോകത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആവുക എന്നുള്ള തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും മഹനീയമായ കർമ്മമാണ്. ഇതിനിയും തുടരേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള എന്താ പറയുക, അദ്ദേഹത്തെ തേടി ഇനിയും കൂടുതൽ അവാർഡുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരട്ടെ. ഈ പ്രവർത്തനത്തെ അക്നോളജ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും നാഷണൽ എന്താ പറയുക രീതിയിൽ ദേശീയമായി തന്നെ അദ്ദേഹത്തിന് ലഭിക്കണമെന്നുള്ളൊരു പ്രാർത്ഥന കൂടെ വെച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.